ഇനി നമ്മൾ മഴയുടെ വാർത്തയിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്ത് തുലാവർഷം തുടരുകയാണ്. ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡും ഒഴികെ മറ്റ് 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള കർണാടക തീരങ്ങൾക്ക് സമീപത്ത് നിലനിന്നിരുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറും. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാബിജി ചേരുന്നുണ്ട്. അജയ്, ഇന്ന് എവിടെയൊക്കെയാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാബിജി ചേരുന്നു. അജയ്, ഇന്ന് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടോ ഏതെങ്കിലും ജില്ലകളിൽ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളത്തും ഇടുക്കിയിലുമാണ് ഓറഞ്ച് അലർട്ട്. അത് മാത്രമല്ല, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും നിലവിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും 2 ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായി അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതാണ് ഇപ്പോൾ കേരളത്തിൽ ഇത്ര വലിയ രീതിയിൽ തുലാവർഷം ശക്തിപ്പെടാനായിട്ടുള്ള ഒരു കാരണമായി പറയുന്നത്. കേരള കർണാടക തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചക്രവാത ചുഴി അത് തീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ന്യൂനമർദ്ദം അതും ഈ ഒരു കേരളത്തിൻ്റെ മഴയെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഈ 2 ന്യൂനമർദ്ദങ്ങളുടെയും ഒരു സഞ്ചാരം കണക്കാക്കിയിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ മഴ എപ്രകാരം പോകും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്നും കൂടി സംസ്ഥാനത്ത് വളരെ ശക്തമായിട്ടുള്ള മഴയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള കാറ്റും ഈ മേഖലകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരള തീരങ്ങളിൽ ഈ തിരമാലകൾ വളരെ ഉയരത്തിൽ ആഞ്ഞടിക്കാനായിട്ട് സാധ്യതയുണ്ടെന്നും പ്രവചിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയ ശക്തമായിട്ടുള്ള മഴയായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നാണ് അറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ ഇടിമിന്നലുള്ളപ്പോൾ നിൽക്കരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഥവാ ഈ മിന്നൽ പെട്ടെന്ന് അവിടെ ഒരു മിന്നൽ ഉണ്ടാകുന്ന സമയമാണെങ്കിൽ തുറസായ മേഖലയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കെട്ടിടത്തിനകത്തേക്ക് കയറണം എന്നൊരു നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഈ ആർക്കെങ്കിലും ഇടിമിന്നൽ ഏൽക്കുകയാണെങ്കിൽ വളരെ വേഗം തന്നെ അവർക്ക് മറ്റ് വൈദ്യസഹായം ഉൾപ്പെടെ ലഭ്യമാക്കണം എന്നാണ് നിർദ്ദേശമുള്ളത്. ഈ മഴ അത് ഇനി വരും ദിവസങ്ങളിൽ ഏറ്റവും ശക്തമായിട്ട് തന്നെ തുടരും. എന്നാൽ ഈ സമയം കുറച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ഇടുക്കിയിലെ പല പ്രധാനപ്പെട്ട ഡാമുകളിലേക്ക് നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ നീരൊഴുക്ക് കുറച്ച് കുറഞ്ഞതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. അത് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് കുറച്ച് ആശ്വാസമായിട്ടുണ്ട്. എന്നാലും ഇടുക്കിയിൽ ഈ മാസം 23-ാം തീയതി വരെ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 23-ാം തീയതി വരെ അവിടെ ശക്തമായിട്ടുള്ള മഴ തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിൽ താമസിക്കുന്നവരോട് പ്രത്യേകം ജാഗ്രത പാലിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ കൃത്യമായി അനുസരിക്കണം, കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണം എന്നും അവരോട് അറിയിച്ചിട്ടുണ്ട്. ഡാമുകൾ തുറന്നുവിടുന്ന പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് നദികൾ ഉയരുന്ന പശ്ചാത്തലത്തിലും ഈ നദീതീരങ്ങളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലും താമസിക്കുന്നവർ പ്രത്യേകം ഒരു ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തീരദേശവാസികൾ ഈ ഉയർന്ന തിരമാലകൾ കേരള തീരത്ത് അടിക്കാൻ സാധ്യതയുള്ളതായിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീരദേശങ്ങളിലുള്ളവർ ശക്തമായിട്ട് സുരക്ഷാ സംവിധാനങ്ങൾ അത് സുരക്ഷ പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ നിയന്ത്രണം കൽപ്പിച്ചിട്ടുണ്ട്. സുരക്ഷിതരായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാരും അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പും ഉൾപ്പെടെ നൽകുന്ന നിർദ്ദേശം. അനുശ്രീ, ശരി. അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലും കഴിഞ്ഞ 3 ദിവസമായി പെയ്യുന്ന തീവ്ര മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 135.95 അടിയായി കുറഞ്ഞു. 13 ഷട്ടറുകളിലൂടെയാണ് വെള്ളം പുറത്തേക്കൊഴുകുന്നത്. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടുക്കിയിൽ മഴ മൂലം വലിയ തരത്തിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു ശമനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു അറുതി ഉണ്ടാകാൻ ഒരുങ്ങുന്നു എന്ന് വേണം കരുതാനല്ലേ? അനുസരിച്ച് തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മഴയ്ക്ക് നേരിയ കുറവുണ്ട്. മഴ പൂർണ്ണമായി മാറിയെന്നല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ അല്ല, കുറഞ്ഞ രീതിയിലാണ് മഴ പെയ്തത്. അതിശക്തമായൊരു മഴ ഇല്ലായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ. തുടർച്ചയായി മഴ പെയ്യുന്നുണ്ടെങ്കിലും ഭീകരമായ ഒരു സാഹചര്യം ഇല്ലായിരുന്നത് തന്നെ വലിയ ആശ്വാസകരമാണ്.
വലിയ അപകടങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതൊരു ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കല്ലാർപ്പുഴയിലും കുമ്പളി മേഖലയിലും ഒക്കെ അതിശക്തമായി വെള്ളം വരുന്ന സാഹചര്യമുണ്ടായി. കല്ലാർപ്പുഴയിൽ മിന്നൽ പ്രളയം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്നാൽ ആ സാഹചര്യങ്ങളൊക്കെ മാറിയിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പം മുല്ലപ്പെരിയാറിലേക്കുള്ള നീരൊഴുക്കും അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 138.85 അടിയായി കുറഞ്ഞത്. 138.0 അടിയായി കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അത് 139.5 അടി വരെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കും അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും പെരിയാർ തടാക തീരത്തും വനമേഖലയിലുമൊക്കെ വലിയ തോതിലുള്ള മഴ ലഭിച്ചതുകൊണ്ട് നീരൊഴുക്ക് ശക്തമായി തുടരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ അണക്കെട്ടിൽ നിന്നും പെരിയാറിലേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവിലും നേരിയ കുറവുണ്ട്. 13 സ്പിൽവേ ഷട്ടറുകളിലൂടെയും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് 7300 ക്യൂസെക്സോളം വെള്ളമാണ് അണക്കെട്ടിൽ നിന്നും സ്പിൽവേയിലൂടെ പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട് ടണൽ മാർഗം 1600 ക്യൂസെക്സോളം വെള്ളം കൊണ്ടുപോകുന്നുമുണ്ട്. നിലവിൽ ഇതിന് ആനുപാതികമായി മാത്രമേ വെള്ളം ഇപ്പോൾ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുള്ളൂ. ഏകദേശം 8500 ക്യൂസെക്സോളം വെള്ളമാണ് അണക്കെട്ടിലേക്ക് എത്തുന്നത്. അതായത് ഒഴുകിയെത്തുന്ന വെള്ളത്തിന് ആനുപാതികമായി വെള്ളം പുറത്തേക്കും ഒഴുക്കുന്നതിനാൽ ജലനിരപ്പ് നിലവിലെ അവസ്ഥയിൽ പതിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. എന്നാൽ രാത്രി കാലങ്ങളിൽ മഴ വീണ്ടും ശക്തമായ അവസ്ഥയുണ്ടായാൽ സ്ഥിതികൾ മാറും. എന്നാൽ ഒപ്പം അല്ല സാഹചര്യമാണുള്ളത്. നിലവിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് എടുക്കാത്ത അവസ്ഥ ഉള്ളതിനാൽ നിലവിൽ പെരിയാർ നദിയിലെ ജലനിരപ്പ് ഇനിയും നിലവിലത്തെ അവസ്ഥയിൽ വർദ്ധിക്കില്ല. എങ്കിലും മഴ ഒക്കെ തൊടുന്നൊരവസ്ഥ ഉണ്ടായാൽ സാഹചര്യങ്ങൾ മാറുന്ന ഒരവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പെരിയാറിന്റെ ജലനിരപ്പ് ഉയർന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം വീടുകളിലേക്ക് പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന പ്രത്യേകിച്ചും വണ്ടിപ്പെരിയാർ, വാളാടി തുടങ്ങിയ മേഖലകളിലെ നദീതീരത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതാണ് മുല്ലപ്പെരിയാർ സംബന്ധിച്ചുള്ള അവസ്ഥ. അപ്പം മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം കൂടി ഇടുക്കിയിലേക്ക് ഒഴുകുന്നതിനാൽ ഇടുക്കിയിലെ ജലനിരപ്പ് ഉയരുന്ന ഒരു അവസ്ഥയുണ്ട്. എങ്കിലും അപകടമായ ഒരു സാഹചര്യമില്ല. അലർട്ടുകളൊന്നും ഇടുക്കിയിൽ നിലവിലില്ല. എന്നാൽ മറ്റു ചെറുകിട അണക്കെട്ടുകളായ പൊന്മുടി, മലങ്കര തുടങ്ങിയ അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമുകളായ കല്ലാർ, ഇരട്ടയാർ തുടങ്ങിയ ഡാമുകളുടെ ജലനിരപ്പ് അല്പം കുറവുണ്ട്. അതും ആശ്വാസകരമാണ്. അനുശ്രീ, ശരി, കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്യുന്ന മഴയിൽ അത് വലിയ തരത്തിൽ ബാധിച്ച ഒരു ജില്ലയായിരുന്നു ഇടുക്കി. ഇടുക്കിയിൽ പെയ്തുകൊണ്ടിരിക്കുന്ന തീവ്ര മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പ്രിൻസ് ജെയിംസ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.